ഹലോ ഗായ്സ്, ഇന്നൊരു ഷെൽഫ് ഓർഗനൈസിങ് വീഡിയോ ആണ്. സോ ഫസ്റ്റ് ഞാൻ ആ ഷെൽഫിലുള്ളത് എല്ലായിടത്തും പുറത്തിട്ടു. ആൻഡ് എൻ്റെ മറ്റേ ഷെൽഫിൽ പോയിട്ട് എൻ്റെ ഡ്രസ്സുകളെല്ലാം അവിടെ നിർത്തും. ഞാൻ എൻ്റെ ബുക്കുകളൊക്കെ ഉള്ള റൂമിലല്ല എൻ്റെ ഡ്രസ്സുകൾ ഇരിക്കുന്നത്, അതെൻ്റെ ചേട്ടൻ്റെ റൂമിലാണ്. സോ അവിടുന്ന് പോയിട്ട് എൻ്റെ ഷെൽഫിലുള്ള എല്ലാ ഡ്രസ്സുകളും എടുത്ത് മാറ്റിയിട്ടു. സോ അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഫ്രീക്വൻ്റ്ലി ഇടുന്ന ആകെ കുറച്ച് ഡ്രസ്സുകളേ ഉള്ളൂ. എനിക്കിങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോയി ഷെൽഫിൽ നിന്നുള്ളത് എല്ലാം എടുത്ത് പുറത്തിടും. എന്നിട്ട് ഞാൻ തന്നെ അത് വീണ്ടും ഒതുക്കി ഷെൽഫിലോട്ട് മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് പുറത്തിട്ടു. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ മടക്കി ഞാൻ നിലത്ത് തന്നെ ഇട്ടിട്ട് തന്നെയാണ് എല്ലാം ചെയ്യാറ്. മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. കുറേ മടക്കമുണ്ടായിരുന്നു, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മടക്കിയിട്ട് തന്നെയാണ് കുറേ സാധനങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം മടക്കി വെച്ചു. അങ്ങനെ ഞാനെല്ലാതും അതിൻ്റെ രീതിയിൽ, ഇപ്പോൾ സ്കേർട്ടുകളെല്ലാം ഒരു സ്ഥലത്ത്, അതുപോലെ തന്നെ ടീഷർട്ടുകൾ ഒരു സ്ഥലത്ത്, ഷർട്ടുകൾ ഒരു സ്ഥലത്ത്, ചുരിദാറുകൾ ഒരു സ്ഥലത്ത്, അങ്ങനെ പല രീതിയിൽ മാറ്റി വെച്ചു. പിന്നെ എൻ്റെ NSSൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു, മറ്റേ യൂണിഫോം കൂടി ഉണ്ടായിരുന്നു. അതടക്കം എൻ്റെ ആ ഒരു ഷെൽഫിൽ തന്നെയാണ് സൂക്ഷിക്കാറ്. അപ്പോൾ അതെടുത്ത് ഞാനെടുത്ത് മാറ്റി വെച്ചു. ഇതിൽ പിന്നെ ഞാൻ കുറേ ഡ്രസ്സുകൾ ഫ്രീക്വൻ്റ്ലി മാത്രം ഇടുന്നതുണ്ട്. അതായത് എല്ലായ്പ്പോഴും ഇടുന്നതുണ്ട്. ബാക്കി ഇങ്ങനെ കുറേ ഡ്രസ്സുകൾ ഞാൻ ഇടാറേ ഇല്ലാത്ത കുറേ ഡ്രസ്സുകളുണ്ട്. സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടി മാത്രം ഇടുന്നതും, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട്. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും, കളയൊന്നുമില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ അപ്പുറത്തെ ഷെൽഫിൽ കൊണ്ടുപോയിട്ട് കുറേയൊക്കെ ഞാൻ വലിയ ഹെവി ഡ്രസ്സുകളൊക്കെ ഹാങ്ങറിൽ തന്നെ തൂക്കി. അതുപോലെ തന്നെ ഈ ഓവർകോട്ടും കോട്ടും അതൊക്കെ എടുത്ത് വെച്ചു. സ്വെറ്ററും ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഞാൻ ഹാങ്ങറിൽ വെച്ചു. ആൻഡ് ഞാനിതുവരെ ഇടാത്തൊരു ആലിയ കട്ടിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതടക്കം ഹാങ്ങറിൽ എടുത്ത് വെച്ചു. പിന്നെ ഉള്ളതായിരുന്നു ഒരു ക്രോപ്പ് ടോപ്പ്. ഞാൻ ആകെ ഓൺ ചെയ്യുന്നൊരു ക്രോപ്പ് ടോപ്പാണ് അത് സ്റ്റുഡിയോന്ന് മേടിച്ചതാണ്. അതെങ്ങനെ വെക്കണമെന്ന് എനിക്കൊരു തരത്തിലുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. അവസാനം അതിൻ്റെ കയ്യൊക്കെ എടുത്ത് മടക്കി കുത്തി കയറ്റി വെച്ചു. ആൻഡ് നെക്സ്റ്റ് ഞാൻ ബാക്കി എല്ലാ ഡ്രസ്സുകളും അതതിൻ്റെ രീതിക്ക് അനുസരിച്ച് കയറ്റി വെച്ചു. ഞാൻ മുമ്പത്തെ ഷെൽഫിൽ എനിക്കിങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഓർഡർ ഉണ്ടായിരുന്നു. അതായത് ഇതിവിടെ എന്ത് വെക്കണം, ഇവിടെ എന്ത് വെക്കണം, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ടീഷർട്ടുകൾക്കൊരു പ്രത്യേക സ്ഥലമുണ്ട്, ഷർട്ടുകൾക്കൊരു പ്രത്യേക സ്ഥലമുണ്ട്, ചുരിദാറിനും അതുപോലെ തന്നെ ഉടുപ്പുകൾക്കൊക്കെ പ്രത്യേക സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ഷെൽഫ് വന്നപ്പോൾ ആ ഒരു ഓർഡറൊക്കെ പോയി. എങ്ങനെ വെക്കണമെന്ന് എനിക്ക് ഫസ്റ്റ് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ചൊരു സ്ഥലത്തോട്ട് വെച്ചു. പിന്നെ ഇവിടെ ഈ ഒരു ഷെൽഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകതയില്ല, ഈ ഒരു ഷെൽഫിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ റൂമിൽ പെട്ടെന്ന് ഈർപ്പം കയറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഷെൽഫിൽ വെക്കുന്ന സാധനങ്ങളും അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഞങ്ങളുടെ ഒരു വെയിങ് മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നാശമായിപ്പോയി. നല്ല ഈർപ്പം നിൽക്കുന്ന കാരണം അതൊക്കെ നാശമായിപ്പോയി. പിന്നെ കുറേ ആൽബംസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെയും നാശമായിപ്പോയി. അപ്പോൾ ഭയങ്കര നഷ്ടം. അതിൻ്റെ ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ വെച്ച് നമുക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രസ്സുകളൊന്നും നാശമാവാതിരിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അതുകൊണ്ട് ഞാനങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വല്ലപ്പോഴും ഈ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഞാൻ മുകളിലത്തെ ഷെൽഫിൽ ഫുള്ള് ഞാൻ അധികം ഇടാത്ത ഡ്രസ്സുകളൊക്കെ ഹാങ്ങറിൽ തൂക്കി. അതുപോലെ തന്നെ ബാക്കി ഈ ഉടുപ്പുകളും സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുകളിലത്തെ ഷെൽഫിൽ വെച്ചു. ആൻഡ് അടിയിലത്തെ ഷെൽഫിൽ ഷർട്ട്, ടീഷർട്ട്, പാൻസുകളൊക്കെ വെച്ചു. പിന്നെ എൻ്റെ കുറച്ച് ഷോളുകളുണ്ടായിരുന്നു, 2 സ്കേർട്ടും ഉണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്ന സ്കേർട്ടുകളുണ്ടായിരുന്നു. പിന്നെ അടിയിലത്തെ ഷെൽഫിലാണ് ഞാൻ അതായത് ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ വെച്ചത്. മുകളിലത്തെ ഷെൽഫിൽ വല്ലപ്പോഴും ഇടുന്ന ഡ്രസ്സുകൾ, വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളും, അടിയിലത്തെ ഡെയിലി യൂസും, റെഗുലർ യൂസും, വല്ലപ്പോഴും യൂസും. പിന്നെ അതത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ എൻ്റെ റൂമിലോട്ട് ബാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇതാ കണ്ടു, ഈ തുറക്കുന്നത് എൻ്റെ മനസ്സാണ്. കുറേ സാധനങ്ങളുണ്ട്. ഞാനിങ്ങനെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആ ഒരു കാലത്ത് തന്ന സാധനങ്ങൾ മുതൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. കുറേ കാർഡുകളും കുറേ ക്രിസ്മസ് കാർഡുകളും ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഡയറീസ്, ഞാൻ അന്നത്തെ കാലത്ത് സിനിമാ പാട്ടുകൾക്ക് എഴുതിയിരുന്ന കുറച്ച് ഡയറീസൊക്കെ ഉണ്ട്. സിനിമാ പാട്ട് മാത്രമല്ല, വേറെ കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ എല്ലാ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ച്, അതിൽ ഞാൻ ഉപയോഗിക്കാത്ത ഹെഡ്ഫോണൊക്കെ ഉണ്ടായിരുന്നു. നാശമായിട്ടും ഇപ്പോഴും എൻ്റെ ഷെൽഫിലിരിക്കുന്ന ഹെഡ്ഫോൺസൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ ഞാനെടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ ആ ഒരു ഷെൽഫിൽ പകുതി സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി. ആൻഡ് അതിൻ്റെ രണ്ടാമത്തെ കള്ളിയിൽ എൻ്റെ കുറച്ച് വാച്ചുകളുടെ ഒരു കളക്ഷൻ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മാത്രമല്ല, എൻ്റെ അപ്പൻ്റെ കുറച്ച് വാച്ചുകളും അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും വർക്കാവില്ല, പക്ഷെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ പുതിയ ന്യൂസ് പേപ്പർ വിരിച്ചു.
ന്യൂസ് പേപ്പർ 2 സ്ഥലത്തും ന്യൂസ് പേപ്പർ പുതിയത് തന്നെ വിരിച്ചു. ഇനി അതായിട്ട് കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇത് അന്നത്തെ കാലത്ത് വെച്ച സാധനങ്ങളാണ്. പിന്നെ കണ്ടോ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വരച്ച ഒരു ചിത്രമുണ്ട്. അതുപോലെ തന്നെ ഞാൻ അന്ന് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റുകളും ആ കാര്യങ്ങളൊക്കെ ഇതൊക്കെ 10ാം ക്ലാസ്സിൽ ചെയ്തതാണ്. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ചെയ്ത സാധനങ്ങളാണിത്. അതുവരെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കാലങ്ങളായിട്ടുള്ള ID കാർഡ്, എൻ്റെ ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ്, അതൊക്കെ ഞാൻ സൂക്ഷിച്ച് അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെറിയ ഷെൽഫിലാണ് ഈ ചെറിയ ചെറിയ അണ്ടങ്ങൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. അതായത് എൻ്റെ കുറേ ആക്രി എന്നൊക്കെ ഞാൻ പറയും. ഇതെനിക്ക് 7ാം ക്ലാസ്സിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ളതാണ്. ഈ 2 കണ്ണാടിയും മെഴുകുതിരിയും ഒരു ഫാനും കോപ്പർ വയറും റെസിസ്റ്ററും ഇതൊക്കെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കണ്ണാടിക്ക് പോലും ഞാൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുത്താണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിലാണ് എൻ്റെ ബൈബിൾ, കുർബാന പുസ്തകം, പിന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് ഡിക്ഷണറി, അതെനിക്ക് 4ാം ക്ലാസ്സിൽ കിട്ടിയതാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വെച്ചത്. ഇനി ഇപ്പുറത്തെ ഷെൽഫിൽ വരികയാണെങ്കിൽ ഇതിലാണ് കുറേ കാര്യങ്ങൾ ഇതുപോലെയുള്ളത്. ഒരു നാഷണൽ ഫ്ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. നാഷണൽ ഫ്ലാഗ് വിട്ടൊരു കടിയില്ല. അങ്ങനെ അതിന് ശേഷം ആ ഒരു ഷെൽഫിലത്തെ പേപ്പർ മാറ്റി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്കൊരു സ്റ്റാർ പോലത്തെ കിട്ടി. അത് ഏത് കാലത്ത് വെച്ചതാണെന്ന് എനിക്കൊരു ബോധമില്ല. പിന്നെയാണ് അതുപോലത്തെ ബോക്സ്. ഈ ഒരു ബോക്സ് അന്നത്തെ കാലത്ത് മെയിൻ ട്രെൻഡായിരുന്നു. ആൻഡ് എനിക്ക് ഇതുപോലത്തെ ഒരു ബ്ലൂ ബോക്സ് ആണെങ്കിൽ ചേട്ടന് ഇതിൻ്റെ ഒരു പിങ്ക് ബോക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ കുറേ ആൻസർ ഷീറ്റുകളും അങ്ങനെ കുറേ പേപ്പറുകളൊക്കെ അതിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഷെൽഫ് ഇപ്പോൾ കാര്യമായിട്ട് ഒതുക്കിയില്ല. കാരണം എനിക്ക് +2 കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ മൊത്തം ഒതുക്കിയിട്ട് ഇനി വരുന്ന അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറാനായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. കാരണം ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉണ്ട്, +2 കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അങ്ങനെ എല്ലാം ഒതുക്കി വെച്ചു. സ്കൂളിലുണ്ടായിരുന്ന പല സാധനങ്ങളും, അതായത് ഒരു ഉപകാരമില്ലാതെ കിടക്കുന്ന പല സാധനങ്ങളും ഞാൻ ഓർമ്മ എന്ന പേരിൽ സൂക്ഷിച്ച് വെച്ചു. എനിക്കങ്ങനെ മെമ്മറി ബോക്സ് ഒന്നുമില്ല, ഇതുപോലത്തെ സാധനങ്ങളുള്ളൂ. അങ്ങനെ കുറേ പേപ്പറുകളൊക്കെ അതിൽ നിന്ന് വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ആൻഡ് അതിന് ശേഷം ഞാൻ മുകളിലത്തെ ഷെൽഫ് അതുപോലെ തന്നെ ഒതുക്കിയില്ല. കാരണം അതിൽ എൻ്റെ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. അതെനിക്ക് +2 കഴിഞ്ഞിട്ട് വേണം ഒതുക്കാനായിട്ട്. ഇനിയും ഒരു എക്സാമും കൂടിയുണ്ട്. അപ്പോൾ അതിന് ശേഷം ബാക്കിയെല്ലാം ഒതുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനെൻ്റെ ടേബിളിൻ്റെ മുകളിലോട്ട് പോയി. ടേബിളിൻ്റെ മുകളിലോട്ടുണ്ടായിരുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ ഒതുക്കി. അതുകൊണ്ട് ഈ പെട്ടിയിലാണ് എൻ്റെ NSSൻ്റെ ബാഡ്ജൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത്. കളർ പെൻസൊക്കെ എടുത്ത് സൂക്ഷിച്ചൊരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചു. ആൻഡ് ഞാൻ ആ ടേബിൾ ക്ലോത്തും മാറ്റാമെന്ന് വിചാരിച്ചു. കാരണം ടേബിൾ ക്ലോത്ത് ലുക്കിംഗ് സോ അഗ്ലി. ആൻഡ് എൻ്റെ പെൻസിൽ സ്റ്റാൻഡ് അതും ഞാൻ മാറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതുവരെ മാറ്റിയിട്ടില്ല. ഒരു നല്ല ഐഡിയ കിട്ടുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് മാറ്റും. ആൻഡ് ആ ടേബിൾ ക്ലോത്ത് മാറ്റി. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടേബിൾ തുടച്ചു. പിന്നെ അവിടെ നിന്ന് അടിച്ചു വാരി. ആൻഡ് അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ സ്ഥലങ്ങൾക്കും എല്ലാ സാധനത്തിനും ഓരോ സ്ഥലമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ റൂം ഓർഗനൈസിങ്.